ഹായ് ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഒത്തിരി നാളിന് ശേഷമാണ് വോയിസ് ഓവറൊക്കെ ചെയ്തിട്ട് വീഡിയോ ഇടുന്നത് കേട്ടോ. അപ്പോൾ മക്കൾ സ്കൂളിൽ പോകുന്നവരെയുള്ള എൻ്റെ ഒരു ദിവസത്തെ കുറച്ച് വിശേഷങ്ങൾ കാണിക്കാനായിട്ട് വന്നിട്ടുള്ളതാണ്. പഴയ ചാനലിൽ പോയപ്പോൾ വീഡിയോ ഇടാനുള്ള ഒരു മൂടൊക്കെ അങ്ങ് പോയി ഗൈസ്. പിന്നെ അതിൽ നമ്മൾ ഡേ ഇൻ മൈ ലൈഫും അങ്ങനെയുള്ള വ്ളോഗ്സൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൽ വെച്ച് നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു ഞാൻ വോയിസ് ഓവർ കൊടുത്തിട്ടും ചെയ്യുന്നത്. ഈ ചാനലിൻ്റെ കാര്യമായിട്ടോ പറഞ്ഞത്. പഴയതിൽ നമ്മൾ വോയിസ് ഓവറൊക്കെ കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ഫസ്റ്റ് രാവിലെ തുടങ്ങാൻ എങ്ങനെയാണ്, ഈ ഒരു ചെടി ഞാൻ വെച്ചിട്ട് കുറച്ച് നാളായിട്ടോ. ഇടയ്ക്ക് വീട്ടിലൊക്കെ പോയപ്പോൾ അതൊന്ന് ഡള്ളായി. അപ്പോൾ അതിന് ഇച്ചിരി നനച്ചൊക്കെ കൊടുത്തിട്ടാണ് എൻ്റെ ദിവസം തുടങ്ങാറ്. പിന്നെ ഇതാ ഞാൻ ചൂടുവെള്ളം കുടിക്കാൻ കേട്ടോ. ആദ്യം രാവിലെ എണീറ്റിട്ട് ചൂടുവെള്ളം കുടിക്കുകയാണ്. എനിക്കിങ്ങനെ പ്ലെയിനായിട്ട് വെള്ളം കുടിക്കുന്നത് തീരെ ഇഷ്ടമല്ലാത്ത കാര്യമായിട്ട് എന്തെങ്കിലുമൊക്കെ ഇടണം, ഏലക്കായോ നമ്മുടെ ദാശമണി എന്തെങ്കിലുമൊക്കെ ഇടണം. അപ്പോൾ ഒന്നും ഇല്ലായിരുന്നു. പിന്നെ ഞാനിതാ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടിയിലോട്ട് തുടങ്ങി കേട്ടോ. അപ്പോൾ അരിയൊന്നും ആട്ടി വെച്ചില്ലായിരുന്നു തലേദിവസം. അതുകൊണ്ട് തന്നെ എന്തുണ്ടാക്കുമെന്നും പറഞ്ഞ് കുറേ നേരം അങ്ങനെ ഇരുന്നിട്ട് പിന്നെ ചേച്ചി എന്തായാലും മോൾക്ക് സ്കൂളിൽ ലഞ്ച് കൊടുത്തു വിടണം. അപ്പോൾ ബിരിയാണി റൈസ് ഉണ്ടായിരുന്നു. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് റോസ്റ്റ് ചെയ്യാണ് കേട്ടോ. നമ്മുടെ സോയാബീനിൽ ഞാൻ വേവിച്ചിട്ട് വെള്ളം തിളപ്പിച്ച് അതിനകത്തോട്ടിട്ടിട്ട് പിന്നെ ഉപ്പും ചിക്കൻ മസാലയൊക്കെ ചേർത്തൊരു മസാല ഉണ്ടാക്കിയിട്ട് അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ആ സമയത്ത് തന്നെ ഞാൻ കുക്കറിൽ അരി വേവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. സവാളയും ഒക്കെ വഴറ്റിയിട്ട് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന പോലെ റൈസ് ഉണ്ടാക്കി അതിനകത്ത് ഉരുളക്കിഴങ്ങ് കൂടെ ഇട്ടിട്ടൊന്ന് വഴറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൽ ഞാൻ മസാല ചേർത്തിട്ടുണ്ടായിരുന്നു, ചിക്കൻ മസാല കുറച്ച് ചേർത്തിട്ടുണ്ടായിരുന്നു. അതാണ് ആ കളർ അങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ അതെല്ലാം കൂടെ വെന്ത് വന്നിട്ടുണ്ട്. ഒറ്റ വിസിലടിച്ചിട്ട് അതിൻ്റെ പ്രഷറൊക്കെ ഒന്ന് കളഞ്ഞ് ഓപ്പൺ ചെയ്തപ്പോഴത്തേക്ക് ഇങ്ങനെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാകുമ്പോൾ എളുപ്പമാണ്, പെട്ടെന്ന് ആവുകയും ചെയ്യും. എനിക്ക് രണ്ട് കാര്യം സാധിക്കുകയും ചെയ്യും. ബ്രേക്ക്ഫാസ്റ്റും എടുക്കാം, അതുപോലെ മോൾക്ക് സ്കൂളിൽ കൊടുത്തു വിടുകയും ചെയ്യാം. അപ്പോൾ അവൾക്ക് ഇതിൻ്റെ കൂടെ എന്തെങ്കിലുമൊക്കെ മുട്ടയോ പപ്പടമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു സോയാബീനിലേക്ക് ഞാൻ റൈസ് അങ്ങനെ തട്ടിക്കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാൻ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. ഒരുപാട് പേര് പഴയ ചാനൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് കൂട്ടുകാർ ഇൻസ്റ്റയിലും പിന്നെ നേരിട്ടൊക്കെ എല്ലാവരും ചോദിക്കാറുണ്ട് എന്താ വീഡിയോസ് ഒന്നും ഇടാത്തതെന്നുള്ളത് കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് എനിക്ക് എക്സാമും കാര്യങ്ങളും, അപ്പോൾ പഠിക്കൊന്നുമില്ല, എന്നാലും അതിൻ്റെ പേരും പറഞ്ഞിട്ടാണ് ഞാൻ അതിൽ നിന്ന് ഒഴിവായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ വീഡിയോസൊക്കെ ചെയ്യണമെന്ന് വിചാരിക്കുന്ന ചാനൽ കുറച്ചധികം സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. പഴയ ചാനലിനേക്കാളും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്, പക്ഷേ വ്യൂസൊക്കെ കുറവാണ് കേട്ടോ. അപ്പോൾ അത് രാവിലെ എണീറ്റിട്ട് ചായ ഇടാറില്ല. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോഴാണ് ചായ കുടിക്കുന്നത്. മോൻ മദ്രസയിൽ നിന്ന് വന്നിട്ട് അപ്പോൾ അവന് വേണ്ടി ചായ ഇടുകയാണ്. അപ്പോൾ വരുമ്പോഴേ വഴിയിൽ നിന്ന് തന്നെ പറയും വിശക്കുന്നേന്ന് പറഞ്ഞുകൊണ്ടാണ് വരിക. രാവിലെ 6:30 ആകുമ്പോൾ പോകുന്നതാണ് കേട്ടോ. വെള്ളം പോലും കുടിക്കില്ല, രാവിലെ ഒന്നും കഴിക്കാതാണ് പോകുന്നത്. എത്ര പറഞ്ഞാലും ചായയോ വെള്ളമോ ഒന്നും കുടിക്കാതെ അങ്ങ് പോകും. അപ്പോൾ പിന്നെ വരുമ്പോഴേ വിശപ്പായിരിക്കും. അങ്ങനെ 8:30 ആകുമ്പോൾ വന്നിട്ടുണ്ട്. അവനുള്ള ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ പോയി ഞാൻ ചെറിയ മക്കളെ ഉണർത്തിയിട്ട് അവരെ പല്ലിയപ്പവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അവർക്കൂടെ ഉള്ള ഫുഡൊക്കെ കൊടുത്തിട്ട് സ്കൂളിൽ പോകാനായിട്ട് റെഡിയാക്കണം. നമ്മൾ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ ഇതുവരെ. ഇൻഷാ അല്ലാഹ് അതൊക്കെ ചെയ്യണം. ഒരു Q&A പോലൊക്കെ ചെയ്യണം എന്നൊക്കെ വിചാരിക്കുന്നു. ഡെയിലി വീഡിയോസൊക്കെ ഇടണം എന്നൊക്കെ നല്ല ആഗ്രഹമുണ്ട് കേട്ടോ. അപ്പോൾ മോൾക്ക് ലഞ്ചിൻ്റെ കൂടെ ഒരു മുട്ട പൊരിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ സൈഡൊക്കെ പൊട്ടിയതിന് ആൾ ഭയങ്കര ബഹളമായിരുന്നു. പൊട്ടിപ്പോയി, എനിക്ക് പൊട്ടാത്ത വേണം എന്നൊക്കെ പറഞ്ഞ് ഞാനൊരു തരത്തിൽ കഴിക്കുമ്പോൾ നമ്മൾ ഒടിച്ചെടുത്തല്ലേ കഴിക്കുക, മുഴുവനായിട്ട് കഴിക്കില്ലല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോൾ ആൾ കൂളായി ഒരു ചിരിയൊക്കെ തന്നിട്ടാണ് കേട്ടോ പോയത്. പിന്നെ അപ്പോൾ അതങ്ങനെ അവളുടെ ലഞ്ചും റെഡി ആയിട്ടുണ്ട്. സ്നാക്സായിട്ട് പിന്നെ കേക്കോ ബിസ്ക്കറ്റോ അങ്ങനെ എന്തെങ്കിലും 1-2 വെച്ച് കൊടുക്കാനാണ് പതിവ്. ആപ്പിൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കട്ട് ചെയ്ത് വിട്ട് കൊടുക്കും. അപ്പോൾ ഈ ഒരു ടിഷ്യൂ ഉണ്ടോ, ടിഷ്യൂ പോലത്തെ സംഭവം നല്ലതാണ് കേട്ടോ. ഇത് ഞാൻ കൗണ്ടർ ടോപ്പ് നമ്മുടെ സ്ലാബൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനായിട്ട് മീഷോയിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ സെക്കൻഡ് ടൈമാണ് ഞാനിത് ഓർഡർ ചെയ്തത്. ആദ്യം ഞാൻ ഒരെണ്ണം മാത്രമുള്ളതായിരുന്നു ഓർഡർ ചെയ്തത്. ഇപ്പോൾ കോംബോ ആയിട്ട് 2 വാങ്ങിച്ചിട്ടുണ്ട്. കാരണം അത്രയും നല്ല യൂസ്ഫുള്ളാണ് എനിക്കിത്. നമുക്ക് റീയൂസബിളാണ്. നമുക്ക് വീണ്ടും കഴുകി ഉപയോഗിക്കാനൊക്കെ പറ്റും. കുറച്ചധികം നാൾ നമുക്ക് ഈ ഒരു സംഭവം ഉപയോഗിക്കാം കേട്ടോ. ഇപ്പോൾ ഞാൻ ഈ ഒരെണ്ണം കീറിയെടുത്തില്ലേ, അത് തന്നെ നമുക്ക് 2-3 ദിവസത്തേക്കോ അല്ലെങ്കിൽ അതിൽ കൂടുതലും വേണമെങ്കിൽ ഉപയോഗിക്കാം. ഞാൻ അതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആകുമ്പോൾ മാറ്റാറുണ്ട് കേട്ടോ. അപ്പോൾ അതൊരു റോളായിട്ടാണ് വരുന്നത്. ആ റോളിൻ്റെ മണ്ടയ്ക്കാണ് കേട്ടോ ഞാനിപ്പോൾ ഫോൺ വെച്ചിട്ടുള്ളത്. ഫസ്റ്റ് മറ്റേ പഴയ ചാനലുള്ള സമയത്ത് ഞാനൊരു സ്റ്റാൻഡൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യമായിട്ടായിരുന്നു, എനിക്ക് അതിനെക്കുറിച്ചൊന്നും അറിയില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഫ്ലോപ്പായി പോയി. അതെവിടെയോ കിടപ്പുണ്ട്, ഉപയോഗിച്ചിട്ടേ ഇല്ല. അത് ശരിയാവുന്നില്ല കേട്ടോ. എനിക്ക് എന്തോ അബദ്ധം പറ്റിപ്പോയതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് വീഡിയോസൊക്കെ ചെയ്യണമെന്നുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റാൻഡേർഡ് കാര്യങ്ങളൊക്കെ വാങ്ങിക്കണം. ഡെയിലി വ്ളോഗൊക്കെ ചെയ്യണമെന്നുണ്ട്. ഡേ ഇൻ മൈ ലൈഫും
എല്ലാം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. എല്ലാവരും കൂടെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ മോൾക്കുള്ള ലഞ്ച് ബോക്സിലാക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൽ ഉരുളക്കിഴങ്ങ് ചില ടൈമിൽ അവൾ വേണ്ടാന്ന് പറയും, ഉരുളക്കിഴങ്ങ് ഇടണ്ടെന്ന് പറയും കേട്ടോ. അപ്പോൾ ചില ടൈമിൽ ഉരുളക്കിഴങ്ങ് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇതിൻ്റെ കൂടെ ഉരുളക്കിഴങ്ങ് ഇപ്പോൾ വേണ്ട, എനിക്ക് മാറ്റി തരണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എന്നെക്കൊണ്ട് ഓരോന്നോരോന്നായിട്ട് കിഴങ്ങ് വീഴുന്നതൊക്കെ പറഞ്ഞ് അങ്ങനെ എടുപ്പിക്കുകയാണ് കേട്ടോ ആൾ. അതിൻ്റെ ഇടയിൽ ഇതാ സ്റ്റാൻഡേർഡ് ഫോണൊക്കെ എങ്ങോട്ടൊക്കെ പോയി. അതങ്ങനെ ഉരുളക്കിഴങ്ങ് പിറക്കിയെടുക്കുന്നത് ഭയങ്കര ടാസ്ക്കായിരുന്നു. സോയാബീൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, എല്ലാവർക്കും ഇഷ്ടമാണ്, മക്കൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് സോയാബീൻ. അപ്പോൾ ഇടയ്ക്ക് ഞാനിങ്ങനെ ഫ്രൈ ചെയ്തൊക്കെ കൊടുക്കാറുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ഇളക്കി കൊടുക്കുകയാണ്. അതിൻ്റെ ഇടയിൽ മോന് റെഡി ആയിട്ട് വന്നിട്ടോ, അവൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് അവൻ പോകാനായിട്ട് വിളിച്ചു. അപ്പോൾ പോകുമ്പോൾ ഒരു ഉമ്മയൊക്കെ കൊടുക്കണമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പുറത്തോട്ട് വന്നതാണ്. അപ്പോൾ അവൻ സൈക്കിളിലാണ് പോവുക. ഈ യൂണിഫോം കഴിഞ്ഞ വർഷത്തെയാണ് കേട്ടോ, അവൻ 7-ആയി. ഈ ഒരു ടീഷർട്ട് ബുധനാഴ്ചത്തെ അത് കുറച്ച് ചെറുതായിട്ടുണ്ട്. അപ്പോൾ ആൾ പറയാണ് വേണ്ടാന്നൊക്കെ പറഞ്ഞിട്ട് വഴക്ക, അങ്ങനെ വേറെ ഇടും, കളർ ഇടും എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഈ വർഷം കൂടെ അല്ലേ ഉള്ളൂ, ഇനിയിപ്പോൾ 2 മാസം കൂടെ ഉള്ളൂ, അപ്പോൾ പുതിയത് വാങ്ങിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ അത് തന്നെ ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ അവൻ പോവാണ്. ഇതാണ് കേട്ടോ ഞങ്ങളുടെ വീട്ടിലോട്ടുള്ള വഴി. അവിടെയാണ് റോഡ്, മോനെ അങ്ങോട്ട് തെറ്റിയത്, അവിടെയാണ് റോഡ്. പിന്നെ ഞാൻ വന്നിട്ട് മോളുടെ ലഞ്ച് വീണ്ടും റെഡിയാക്കുകയാണ്. അതിൽ മുട്ടയൊക്കെ എടുത്ത് വെച്ചിട്ട് ഒന്ന് അടച്ച് സെറ്റാക്കുകയാണ്. വാട്ടർ ബോട്ടിൽ വെള്ളവും സ്നാക്സൊക്കെ ഒന്ന് എടുത്ത് വെച്ചിട്ട് പിന്നെ അവളെ റെഡിയാക്കാനായിട്ട് അങ്ങനെ പോയിട്ടോ. പിന്നെ വീഡിയോ എന്താ ഇടാത്തതെന്ന് ചോദിക്കുന്നവരോടായിട്ട് ആരും കാണാനൊന്നും ഇല്ലടോ വീഡിയോസ്. പിന്നെ നമ്മൾ വെറുതെ കഷ്ടപ്പെട്ടിട്ട് ഒരു ക്യാമറയും പിടിച്ച് ചെയ്യുന്നതെല്ലാം അങ്ങനെ വീഡിയോ എടുത്തിട്ട് നമ്മൾ എഡിറ്റ് ചെയ്ത് ഒക്കെ ഇട്ടിട്ട് ആരും കാണാത്തപ്പോൾ ഒരു വല്ലാത്ത വിഷമമാണ്. അപ്പോൾ അതുകൊണ്ടാണ് മെയിനായിട്ട് ഇടാത്തത്. പിന്നെ കുറച്ച് പേരൊക്കെ പറഞ്ഞു സ്ഥിരമായിട്ട് വീഡിയോസ് ഇട്, അപ്പോൾ എന്തായാലും നല്ല റീച്ച് ഉണ്ടാകും. നമ്മളെല്ലാം പ്രതീക്ഷിച്ചാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു 1-ാം തീയതി തൊട്ട് തന്നെ വീഡിയോസ് ഇട്ട് തുടങ്ങണം എന്നൊക്കെ വിചാരിച്ചാണ്. അപ്പോൾ ഞാനിവിടെ ഇല്ലായിരുന്നു, വെക്കേഷന് വീട്ടിലായിരുന്നു കേട്ടോ. അപ്പോൾ തിരിച്ച് വന്നിട്ട് അതിൻ്റെ ക്ലീനിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ടാണ് താമസിച്ചത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ റോള് ഇതാണ് കേട്ടോ, ഇത് കോംബോ ആയിട്ടാണ് വന്നത്. കോംബോ ആയിട്ട് വാങ്ങിക്കുമ്പോൾ തന്നെ 200 രൂപയിൽ താഴെ എന്തേ വരുന്നുള്ളൂ കേട്ടോ. ഭയങ്കര യൂസ്ഫുള്ളാണ്, എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളാണ് കേട്ടോ. നമ്മൾ എല്ലാം ക്ലീൻ ചെയ്യാനും തുടയ്ക്കാനും ഒക്കെ പറ്റും. അപ്പോൾ ഇത് ബാക്കി 2 മക്കളെ ഞാൻ ഒരുക്കിയിട്ട്, എനിക്ക് 3 കുട്ടികളാണ് കേട്ടോ. ഇളയാൾ അംഗൻവാടിയിലാണ്, രണ്ടാമത്തെ ആൾ LKGയിൽ, മോന് 7-ാം ക്ലാസ്സിലായിട്ടോ. അപ്പോൾ അവരെ കൊണ്ടുവിടാനായിട്ട് ഇക്ക പോവാണ്. അപ്പോൾ മോളെ സ്കൂളിലാക്കിയിട്ട് ഇളയാളെ അംഗൻവാടിയിലും വിട്ടിട്ട് ഇക്ക വരും. എന്നിട്ട് പിന്നെ ഇക്ക കഴിച്ചിട്ട് ഇക്കായും പോകും. അപ്പോൾ എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ ഞാൻ തുളസി ഇല ഇട്ടിട്ട് കുറച്ചൊന്ന് വെള്ളം തിളപ്പിക്കാമെന്ന് വിചാരിച്ചിട്ടോ. ചെറിയൊരു ഷൗട്ടടപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്, കാലാവസ്ഥ മാറിയതിൻ്റെ ആയിരിക്കും കേട്ടോ. അപ്പോൾ മറ്റത്തുള്ള തുളസിയിൽ നിന്ന് ഞാൻ കുറച്ച് തുളസി ഇലയൊക്കെ അങ്ങ് വെച്ചെടുക്കാൻ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവരോടും ഒത്തിരി സ്നേഹത്തോടെ ബായ്.